കുറച്ച് ചേമ്പും തക്കാളിയും ഒക്കെ വെച്ച് നല്ല അടിപൊളി ഒരു മോരുകറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരു 3-4 ഞാൻ എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം ചെത്തി വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒന്ന് അരിഞ്ഞ് വെച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. 2 പഴുത്ത തക്കാളി അങ്ങോട്ട് എടുക്കുക. ആവശ്യത്തിനുള്ള പച്ചമുളക്, പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്തിട്ട് വെക്കുക. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉലുവ, ഒരു പിടി കൊച്ചുള്ളി, 5-10 വെളുത്തുള്ളിയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 2-3 വറ്റൽമുളക്. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു. നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടു. അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പൂടെ അങ്ങോട്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ നമ്മളിതിൻ്റെ കൂട്ടത്തിട്ട് വേണം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ പൊടികൾ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഇളക്കി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് ചേമ്പൊക്കെ ഒന്ന് വേഗണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റായി. നമുക്ക് തുറന്ന് നോക്കാം, അത് വെന്തോന്ന് നോക്കാം. പിന്നെ ഇളക്കി കൊടുത്തിട്ട് ചേമ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല കട്ട തൈര് ചെറുതായിട്ടൊന്ന് ഇളക്കി, തൈര് ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കല്ലേ, ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി അങ്ങ് നിർത്താം. നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ രീതിയിലുള്ള കറികൾ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്.